ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കോട്ടയം ആലപ്പുഴ ഈ ബോട്ടിലാണ്. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്ന് കോട്ടയത്തേക്കൊരു ജലയാത്ര. അതിൻ്റെ കാഴ്ചകൾ കാണാം. വായോ. ഇപ്പോൾ 56 രൂപയാണ് രണ്ടുപേർക്ക് കോട്ടയത്തേക്ക്. പുന്നമടക്കായലിലൂടെ കോട്ടയത്തേക്കുള്ള യാത്രയാണ്. ആലപ്പുഴയിൽ നിന്നാണ് തുടങ്ങിയത്. ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളുണ്ട്, കയാക്കിംഗ് ബോട്ടുകളുണ്ട്. അപ്പോൾ ഇന്നൊരു ദിവസം മുഴുവൻ ആലപ്പുഴയിലും കോട്ടയത്തുമായിട്ട് എൻജോയ് ചെയ്യുകയാണ്. നമ്മുടെ വീടിൻ്റെ ഇവിടെയൊക്കെ കണ്ടില്ലേ കാർ ഷെഡ്, അതേപോലെ ഇതാ ഇവിടെ ബോട്ടിൻ്റെ ഷെഡാണ് കാണുന്നത്. ഓരോ വീട്ടുകാരുടെ ബോട്ട് വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഷെഡ് കെട്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ിരിക്കുകയാണ് പുന്നമടക്കായലിലൂടെ. അവിടുത്തെ ഒരു റെസ്റ്റോറന്റ് കണ്ടോ പൂസേ? Joshi. Hello, I'm Florian. Nice to meet you. Okay. So, coming from? Germany. Germany. Yeah. Okay. Your job? Yeah, I have a job. Yeah. Okay. But I take for half year free. Normally it's not possible in Germany, but yeah, I have the luck that it was possible. And Okay. Share your experience. What about Alapura, Aleppi? Aleppi. I like Aleppi very much. Yeah. Okay. I stayed in the Cross of Life hostel for 2 days. It was really nice. We did kayaking on the backwaters in the sunrise, and it was really nice. Yeah. My village is in Wayanad, one small district in Kerala, small district. Or you can give me your YouTube. Yes, YouTube. Yeah, YouTube. You can put in Channel name ST ST REAM TRA yeah. VE LL double LER. Yeah, like this. Double, please. Sorry. Okay. I'm not so good in English spelling. Okay. Yeah. Oh, nice. So This just one. Oh, okay. Kurva Islands, Oh, okay. Wayanad. Yeah. Good. So many beautiful places and waterfalls are there, sir. Yeah. Nice. This also, sir. Oh, nice. Yeah. That's cool. That's good. Yeah. Just watch and enjoy. Okay. Yeah. I'm going to Munnar now. Okay. Yeah.
അപ്പോസ് ചെറിയ ബോട്ടപ്പോ ഇത് കിട്ടിയല്ലോ, അത് മതി. വിശക്കുന്നുണ്ട്, രാവിലെ ഒന്നും കഴിച്ചില്ല. നല്ല തോട്ടം. ആലപ്പുഴ അപ്പൊ ഞങ്ങള് ഇടയ്ക്കൊരു തുരുത്തേൽ ഇറങ്ങി. കാരണം ഇവിടെ ഒരു ഷാപ്പ് ഉണ്ടെന്നാ പറഞ്ഞത്. കള്ളു കുടിക്കാറില്ല, പക്ഷെ അവിടെ നല്ല അടിപൊളി ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഫുഡ് കഴിക്കാൻ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ സാർ. അതിന്റെ ഡ്രൈവറാണ് മേലെ ഇരുന്ന് തിരിക്കുന്നത്. ഗിയർ മാറ്റാൻ ബെല്ലടിക്കുമ്പോ താഴെ നിന്നാണ് മാറ്റി കൊടുക്കുന്നത് അല്ലേ? ഈ സ്ഥലപ്പേരെന്താ? ചെറുകായൽ. ഓക്കെ. നമുക്ക് ആ കയാക്കിംഗ് ഒക്കെ കിട്ടണമെങ്കിൽ ആലപ്പുഴ ബോട്ട് ജെട്ടിന്റെ അടുത്ത് തന്നെയാണോ അവിടെ കിട്ടുള്ളൂ? ഇങ്ങോട്ട് കോട്ടയം ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടില്ല? ഇല്ല. നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് എന്തോ ഉണ്ടല്ലേ? കുമരകം അറിയില്ല. നമ്മുടെ രതീഷ് കൈനഗിരിയോ കുമരകോ? അപ്പൊ സാർ അവിടെ കല്യാണത്തിന് വന്നേ? കുമരകം. ഷാപ്പ് അവിടെയാ? അവിടെ. അപ്പൂസ് ചെറുകായൽ ഷാപ്പിലേക്ക് പോവുകയാണ്. അപ്പൂസ് പുന്നമടക്കായലിലേക്ക് ഇറങ്ങി ആസ്വദിക്കുകയാണ്. പശ്ചാത്തലത്തിലൊരു ബോട്ട് പോകുന്നുണ്ട്. പുന്നമടക്കായലിന്റെ തീരത്തൂടെ നടക്കുമ്പോൾ ഇത് നല്ല വാഴക്കായ. പഴുത്തുണ്ടോന്ന് നോക്കി, പഴുത്തൊന്നുമില്ല. വായോ. ഇത് നേന്ത്രക്കായാണോ അപ്പൂസ്? ഷേപ്പ് കണ്ടിട്ട് വേറെന്തോ കായ പോലെ ഉണ്ട്. ഞങ്ങൾ സ്പീഡ് ബോട്ടിലൊന്ന് കയറി നോക്കട്ടെ. കയറിക്കോട്ടെ ഏട്ടാ. ഇവിടെ ഇരുന്നാ മതിയോ? ഇവിടെയാ? ഓക്കെ. അപ്പൂസേ ഒന്ന് പോയിട്ട് വരാം. എന്തോ ഒരാളുള്ള മറ്റേ വീഡിയോ എടുത്തോളൂ. ഇതിപ്പോ പിന്നെ മീൻ പിടിക്കാനുള്ള ആവശ്യത്തിന് ഉപയോഗിക്കും. എന്തോ വീട്ടുകാര്യങ്ങൾക്ക് കടയിൽ പോകാനും അങ്ങനെ. ഇവിടെ നല്ല ഷാപ്പിലെ ഫുഡൊക്കെ കിട്ടുന്ന എവിടെയാ കൂടുതൽ ഐറ്റംസ് ഉള്ളത്?
ആണോ? ഇവിടുന്ന് ബോട്ട് കിട്ടുമോ? അവിടെ കാഴ്ചയിലാണ് പോവാം. എങ്ങനെ? ബസ്സെല്ലാരും പോവാ? അല്ല, ഇവിടെ കണ്ടക്ടർ, പിന്നെ ഇതിന്റെ കണ്ടക്ടർ പറഞ്ഞു ഇവിടെ ഇറങ്ങിയാണ് അടുത്ത ബോട്ട് വരും, കൈനഗിരി ഭാഗത്തുണ്ടെന്ന് പറഞ്ഞു. അത് തന്നെയാണോ പറഞ്ഞേ? പണ്ട് വയനാട്ടിലുണ്ട് രതീഷ്. രതീഷ് ഇപ്പോ കുമരകത്താണ് പുള്ളി. ഞങ്ങള് കുറെ വർഷം പുള്ളിന്റെ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. കല്യാണത്തിന് വന്നതാണ്. ഇറങ്ങിക്കോട്ടെ, ഇറങ്ങിക്കോട്ടെ. ഈ ഇവിടെ ഷാപ്പ്, നിങ്ങളുടെ ഷാപ്പില ആരെങ്കിലും ആണോ? ഇവിടെ എന്തെങ്കിലും കറി കാര്യങ്ങൾ എന്താ ഉള്ളത്? അടുത്ത ബോട്ട് വരുന്നത് നോക്കിയിട്ട് ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയാണ്. ചെറുകായൽ ഈ സ്ഥലപ്പേര്. മീൻ പിടിക്കാൻ പോയതാണോ? മീനുണ്ടോ? ആണോ? ഒന്ന് കാണിച്ചു തരാവോ? ചേട്ടൻ വരുന്നുണ്ടടാ. ഇത് ചൂണ്ടയിട്ട് പിടിക്കുന്ന ചേട്ടാ? അല്ല, വലയോ? ചൂണ്ട. ഇതിന്റെ പേരെന്താ മീൻ്റെ? ആണോ? ആണോ? ഈ ചേട്ടന്റെ വീട്ടാവശ്യത്തിനാണോ വിൽക്കാനോ? വിൽക്കാനോ അല്ലേ? ആ ചെറുതോ പൊടിച്ച് അതിനെ കൊണ്ട് ചൂണ്ടയിടുക? മണ്ണിരയൊന്നും അല്ല അല്ലേ? ചെറുമീനെ കൊണ്ടാണ് ഇടുക. ഇത് വിൽക്കാനാ അല്ലേ? കിലോയ്ക്ക് എത്ര രൂപ കിട്ടും? 200 രൂപ കിട്ടും. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വന്നു. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ടൊരു കാര്യമില്ല. അവിടെ എത്തുമ്പോഴേക്കും നാശമായി പോകും. ശരി, എന്നാ പേര്? കുഞ്ഞച്ചൻ. ഓക്കെ, എന്നാ വലിയ മനസ്സിന് നന്ദി. ഒന്ന് കാണിച്ചുതരാൻ ഇങ്ങോട്ട് വന്നല്ലോ. എന്നാലും പിന്നെ പഞ്ചായത്ത് അവിടെ പിന്നെ കുറച്ചേ ഉള്ളൂ. കുറച്ച് ഓട്ടോ സ്റ്റാൻഡാണ്. ആണല്ലേ? റോഡ് ബുക്കിൽ ഇറക്കാൻ പറഞ്ഞാൽ ആണല്ലേ? ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ആണല്ലേ? നമുക്ക് 8:45 വരെ ഇവിടെ നിൽക്കാം. അപ്പൊ ഞങ്ങൾക്ക് ആറ്റുമുഖം ഷാപ്പിൽ പോവാൻ വേണ്ടിയായിരുന്നു. ആണോ? ഇവിടെ വരും അല്ലേ? ആ, ഇതെങ്ങോട്ടാ? ഇന്നെന്താ സ്പെഷ്യൽ?
ഇപ്പൊ ഈ ആറ്റു അവിടുന്ന് കിട്ടില്ലടാ. പള്ളത്തി ഞങ്ങൾ ആറ്റുമുഖ ഷാപ്പിലേക്ക് അവരുടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാ പോലെ കാണിച്ചോ. ബസ്സിന് കൈ കാണിക്കുന്ന പോലെ അല്ല, ഇങ്ങനെയാണ് ബോട്ടിന് കൈ കാണിക്കുന്നത്. ഇങ്ങനെ കാണിച്ചാലാണ് ഇങ്ങോട്ട് വരുള്ളൂ. അവര് പോവും. ഞങ്ങള് കോട്ടയത്തിന് ടിക്കറ്റ് എടുത്ത് കയറിയതാണ്. അപ്പൊ കോട്ടയത്ത് നിന്ന് ഷാപ്പോ ഭക്ഷണം ഉണ്ടോ അങ്ങനത്തെ ഒന്നും കിട്ടില്ല, കുറവാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ ഒരു ഷാപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഇറക്കി വിട്ടത്. അപ്പൊ ഞങ്ങള് ഇടയ്ക്കൊരു തുരുത്തേൽ ഇറങ്ങി, കാരണം ഇവിടെ ഒരു ഷാപ്പ് ഉണ്ടെന്നാ പറഞ്ഞത്. കള്ളു കുടിക്കാറില്ല, പക്ഷെ അവിടെ നല്ല അടിപൊളി ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഒരു ഷാപ്പ് ഉണ്ടെന്നാ പറഞ്ഞത്. കള്ളു കുടിക്കാറില്ല. ചേച്ചി ഇതിന്റെ പേരെന്താ, സ്ഥലപ്പേരെന്താ? ഈ ചെറുകായൽ. അപ്പൊ ചെറുകായലിൽ നിന്ന് ഞങ്ങള് അടുത്ത കായലിലേക്ക് പോവാണ്, അടുത്ത തുരുത്തിലേക്ക്. ഇത് ഡബിൾ ഡെക്കർ ബോട്ടാണ്, എന്റെ മേലേക്ക് കയറാം. കയറല്ലേ പോ. അങ്ങനെയല്ല, വാപ്പോ അവരോടുണ്ട്. മേലെ കയറാം. ശരി ചേച്ചി, ഞങ്ങള് മേലേക്ക് കയറാം. ഇത് മേലെയാണോ ആള് തിരിക്കുന്നത്? സ്റ്റിയറിങ് മേലെയാണോ? അങ്ങേയറ്റം. ചിലവായിട്ടൊരു ബോളി കാണാം. അപ്പൊ ഗിയർ താഴെ നിന്ന് മാറ്റണോ? എഞ്ചിൻ കംപ്ലീറ്റ് ഇവിടെ. അപ്പൊ ബെല്ലടിക്കുന്നതനുസരിച്ച് ഗിയർ മാറ്റി കൊടുക്കും. ഓക്കെ. ഒരു ബോട്ടിൽ മൊത്തം എത്ര സ്റ്റാഫ് ഉണ്ട്? 5 പേരുണ്ട്. ഓക്കെ, മേലെ ഇരിക്കുന്ന. ഇത് സൂപ്പർ വൈബാട്ടോ, അടിപൊളി. ഞങ്ങക്ക് ആറ്റുമുഖം ഷാപ്പിലേക്ക് പോവാനാ. എവിടെ ഇറങ്ങണ്ടേ? റോഡ് മുക്കിൽ ഇറങ്ങാം. എന്നിട്ട് അതായത് പഞ്ചായത്തിന്റെ അടുത്ത്. എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോയ്ക്ക് പോകണോ? അത്രേ ഉള്ളൂ. ഓക്കെ. എത്ര ഇതിന്? 120 രൂപ. ഇതപ്പോ റേറ്റ് കൂടാൻ കാരണം അതുകൊണ്ടാണ്. താഴെയാണ് എത്ര പേരില്ല. ഓക്കെ ഓക്കെ. സ്ഥലത്തുമ്പോ പറയണേ. അവിടെ വരെ ഉള്ളൂ. ഹലോ. ഓക്കെ. എന്തോ വണ്ടി വരുന്ന റോഡ് ഉണ്ടാവൂലേ? മനസ്സിലായില്ല. ഇതോ? നീ രതീഷ് മാവിന്റെ അടുത്ത് പോയത് ചൂടുവെള്ളം കയറി കുളിച്ചതൊന്നും ഓർക്കുന്നില്ല? തിരിഞ്ഞിങ്ങോട്ടെന്നു.
വെയിറ്റ് ബാലൻസ് ചെയ്യുന്നില്ലേ? ഹോണ്ടേൻ്റെ വണ്ടിയിലേത് അല്ല ബുള്ളറ്റോ? ഹോണ്ടെന്നു യോ ഒക്കെ കാണിക്കണ്ടേ? ആര്? ആ ബൈക്കിൽ വന്ന പെണ്ണുങ്ങൾ. യോ ഒക്കെ നോക്ക്. ആളില്ലാത്തതുകൊണ്ട്
ജീവിതത്തിൻ്റെ അസ്തമയമൊക്കെ ആവാറായില്ലേ? ഇനിയെങ്കിലും കാഴ്ചകളുടെ ലോകത്തേക്ക് നല്ലൊരു കൂട്ടിനായി ഇറങ്ങി വായോ. ബി ഹാപ്പി.